വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പഞ്ചാബി വിഭവമായ കഠിയാണ്. വരും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാം. എട്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉപ്പ്, വെള്ളം ആവശ്യത്തിന് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. മാവ് ഇതുപോലെ ആയിരിക്കണം. ഇനി ഇത് ഓയിലിലേക്ക് ഒഴിച്ച് ഫ്രൈ ചെയ്യാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. കറിയുടെ കഷ്ണങ്ങളാണ് ഇട്ടത്. 2 കപ്പ് തൈരാണ് ഞാൻ ഇതിലേക്കായിട്ട് ഉപയോഗിച്ചത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇവ നന്നായി ഇളക്കി യോജിപ്പിക്കാം. 1/2 കപ്പ് വെള്ളവും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില, 2 ചുവന്ന മുളക്, 2 കറുകപ്പട്ട, 5 ഗ്രാമ്പ് ഇവയാണ് ഞാൻ എടുത്തത്. ഒരു ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ജീരകം, പെരുംജീരകം, മല്ലി എന്നിവയിട്ട് ഒന്ന് ഇളക്കാം. കറുകപ്പട്ട, മുളക്, ഗ്രാമ്പൂ, കറിവേപ്പില ഇവ ചേർത്ത് ഇളക്കാം. ഇനി ഇഞ്ചി ചേർത്ത് ഇളക്കാം. 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഒഴിക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. തിളക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് 12 മിനിറ്റ് വേവിക്കുക. കടിയുടെ കൂടെ ഉപ്പേരിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് മസാല വഴുതനങ്ങയാണ്. 2 മീഡിയം സൈസ് തക്കാളിയും 2 മീഡിയം സൈസ് ഉള്ളിയും 7 വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇടുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് വെച്ച് 5-6 മിനിറ്റ് വേവിക്കാം. നാല് മീഡിയം സൈസ് വഴുതന കുറച്ച് വലുതായിട്ടാണ് ഞാൻ മുറിച്ച് വെച്ചത്. ഇനി വഴുതന ഇതിലേക്ക് ചേർക്കാം. ഉപ്പ് നോക്കി കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇത് 5-6 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. വഴുതന വെന്തിട്ടുണ്ട്. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത്
അടച്ചു വെച്ച് സ്റ്റൗ ഓഫാക്കാം. കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വറുത്ത് വെച്ചവ കറിയിലേക്ക് ഇട്ട് വെക്കേണ്ടതാണ്. കടിയും മസാല വഴുതനങ്ങ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിനൊപ്പം കഴിക്കാം.